പിന്നീട് അവിടെ ശവശരീരങ്ങൾ വന്നത് ഈ കൊറോണ കാലത്ത് കൊറോണ ബാധിച്ച് മരിച്ച ഗ്രാമീണരുടെ ശവശരീരം ഒഴുക്കി വിട്ടപ്പോഴാണ്. അത് ഇൻ്റർനാഷണൽ ലെവലിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണ്. ഈ സമയത്ത് ഞാൻ അവിടെ പോയപ്പോൾ ഈ ശവശരീരങ്ങൾ കാണാനിടയാകുകയും നീലധാരയെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇടയായപ്പോൾ എഴുതിയ കവിതയാണ് നീലധാര. പൂത്തുലഞ്ഞ മരങ്ങളിൽ നിന്നും പാകമായി ഫലം വീഴുന്ന പോലെ ബോധേശ്വരന്മാർ ഉടലുപേക്ഷിക്കും ഗംഗയാം നീലധാരയാകുന്നു ഞാൻ. പൂത്തുലഞ്ഞ മരങ്ങളിൽ നിന്നും പാകമായി ഫലം വീഴുന്ന പോലെ ബോധേശ്വരന്മാർ ഉടലുപേക്ഷിക്കും ഗംഗയാം നീലധാരയാകുന്നു ഞാൻ. തീവ്രമായ ജീവിതാനുഭവങ്ങൾ, റേഡിയേഷൻ ടേബിളിലെ അനുഭവക്കുറിപ്പ്, യുദ്ധവും മൃത്യുഞ്ജയവും, മഴയത്ത് ബൈക്കോടിക്കുമ്പോൾ, നീലധാര എന്നീ കൃതികളുടെ കർത്താവാണ് ഇന്ന് എന്നോടൊപ്പമുള്ള ശ്രീ ശാന്തൻ. നമസ്കാരം. നമസ്കാരം. ശ്രീ ശാന്തൻ, ഏതാണ്ട് 4 നൂറ്റാണ്ട് മുമ്പാണ് അങ്ങയെ ഞാൻ പരിചയപ്പെടുന്നത്. അതൊരു കാവ്യയാത്രയുടെ ഭാഗമായിരുന്നു അല്ലേ? അതെ. ഓർത്തെടുക്കാമോ ആ കാലം? അതെ. 90കളുടെ അവസാനം ഞങ്ങൾ ഉണ്മമോഹന്റെ നേതൃത്വത്തിൽ 15ഓളം കവികൾ ഇടുക്കി ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും കവിത ചൊല്ലി. അതാത് പഞ്ചായത്തുകളിലെ സാംസ്കാരിക സ്ഥാപനങ്ങളും വിദ്യാലയങ്ങളും ഈവൻ അവിടുത്തെ ഗവൺമെൻറ് സ്ഥാപനങ്ങളും പഞ്ചായത്തുകളും ഒക്കെ ഞങ്ങളെ വൻ വരവേൽപ്പ് നൽകുകയാണ് ഈ കവിത ആലാപനം നടത്തിയത്. അതിന് അന്നൊരു പ്രസക്തി ഉണ്ടെന്ന് തോന്നിയാണ് ഞങ്ങൾ മനുഷ്യരെ അങ്ങോട്ട് പോയി കണ്ട് കവിത ചൊല്ലിയത്. ആർദ്രതയും സ്നേഹവും മാനുഷികതയും മാനവികതയും ഒക്കെ ഊട്ടി വളർത്താനായിട്ടാണ് അന്ന് ഞങ്ങൾ കവിത ചൊല്ലിയത്. ഒരുപക്ഷെ ശ്രീ ശാന്തനെ ഞാൻ അന്ന് കാണുമ്പോഴും അന്ന് RCCയിൽ അങ്ങേക്ക് ജോലി ഉണ്ടായിരുന്നു. അതെ. ഞാൻ അന്നും RCCയിലെ ഉദ്യോഗസ്ഥനായിരുന്നു, റേഡിയോ തെറാപ്പി വിഭാഗത്തിൽ. ആദ്യമായി ഏകദേശം അതേ വർഷം തന്നെ കേരള സാഹിത്യ അക്കാദമി നടത്തിയ ഒരു കവിതാ ക്യാമ്പിൽ, ഞാൻ അന്നും ആ ജോലി ചെയ്യുന്ന സമയത്താണ് കവിതാ ക്യാമ്പിൽ പങ്കെടുത്തു. അത് പാലാ അരുണാപുരത്ത് വെച്ചായിരുന്നു. നമ്മുടെ പ്രഗത്ഭരായ എല്ലാ കവികളും വന്ന് ക്ലാസ്സുകൾ നയിക്കുകയും കവിത ചൊല്ലുകയും ചെയ്യുന്ന വലിയ ഒരു പരിപാടിയുടെ ഭാഗമായതിനു ശേഷമാണ് കവിത നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പരിപാടി ഉണ്മമോഹൻ സംഘടിപ്പിച്ചത്. ഇടുക്കിയിലെ ജീവിതവും പച്ചപ്പും എല്ലാം കണ്ടറിയാനും മനുഷ്യരുമായി സംവദിക്കാനും കുഗ്രാമങ്ങളിലെ മനുഷ്യരൊക്കെ കവിത എങ്ങനെ വരവേറ്റെന്നും അറിയാനായിട്ട് ഒരു വലിയ ഒരു ഈ സ്നേഹ സന്ദേശ കാവ്യ തീർത്ഥാടനം കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ഞങ്ങളെ മനുഷ്യർ വിടില്ലായിരുന്നു. ഓരോ സ്ഥലത്തുനിന്നും രാത്രി 11-12 മണി വരെ കവിത കേട്ട് നാടൻപാട്ട് പാടിയും ഞങ്ങൾ മനുഷ്യരുമായി സംവദിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തു. വലിയൊരു ഓർമ്മയാണ് അതല്ലേ? വലിയൊരു ഓർമ്മയാണ് തീർച്ചയായിട്ടും. ഇപ്പൊ അങ്ങയുടെ ജീവിത വഴിത്താരയില് ഒരുപാട് പൊള്ളലേൽക്കുന്ന മനസ്സുകളെ, പൊള്ളലേൽക്കുന്ന ശരീരങ്ങളെ ഒക്കെ അങ്ങ് കാണാറുണ്ട്. റേഡിയേഷൻ ടേബിളിലെത്തുന്ന ഒരുപാട് ആളുകൾ അവരുടെ അരികിലേക്ക് സാന്ത്വനങ്ങളുടെ പട്ടുകുപ്പായം കൊണ്ട് മാത്രം നിന്റെ നൊമ്പരപ്പുണ്ണിനെ മൂടി വയ്ക്കാൻ കഴിയില്ല എന്ന മട്ടിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് ഫലപ്രാപ്തിയിലേക്ക് എത്തുമ്പോൾ അങ്ങനെ ഒരു പുസ്തകത്തിന്റെ പേരു തന്നെ സവിശേഷമാണ്, യുദ്ധവും മൃത്യുഞ്ജയവും. എന്താണ് അങ്ങനെ ഒരു പേര്? യുദ്ധം ക്യാൻസർ രോഗത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ യുദ്ധം രോഗവുമായിട്ടുള്ളൊരു യുദ്ധമാണ്, മരുന്നുമായിട്ടുള്ള യുദ്ധമാണ്. തീർച്ചയായിട്ടും ഈ മരുന്നുകളുടെ പാർശ്വഫലങ്ങളോടുള്ള യുദ്ധം, രോഗവുമായിട്ടുള്ള യുദ്ധം, ഈ യുദ്ധത്തിൽ നിന്നാണ് മൃത്യുഞ്ജയം നേടുന്നത്. മാത്രവുമല്ല, നമ്മുടെ മൃത്യു എന്ന് പറയുന്നത് യഥാർത്ഥ മൃത്യു അല്ലെന്നും മൃത്യുഞ്ജയം അതിനപ്പുറത്തുണ്ടെന്നും കാണിക്കുന്ന അനുഭവങ്ങൾ ഒരുപാട് മനുഷ്യർ ഈ
റേഡിയേഷൻ ടേബിളിലൂടെ വന്ന് എനിക്ക് കാണിച്ചു തന്നു. നമ്മൾ വളരെ അപ്രസക്തരെന്ന് തോന്നുന്ന മനുഷ്യരാണ് ജീവിതാനുഭവങ്ങൾ ഏറെ തന്നത്. ഒരു തരത്തിലും കണ്ടീഷൻഡ് അല്ലാത്ത, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത പച്ച മനുഷ്യർ അത്ഭുതങ്ങൾ കാട്ടിത്തുടങ്ങിയപ്പോഴാണ് ഞാൻ യഥാർത്ഥ ജീവിതം എന്താണെന്നും യഥാർത്ഥ മരണം എന്താണെന്നും മൃത്യുഞ്ജയം എന്താണെന്നും മനസ്സിലാക്കിയത്. പലപ്പോഴും അങ്ങയുടെ കവിതകൾ പരിശോധിക്കുമ്പോൾ, അങ്ങയുടെ അനുഭവക്കുറിപ്പുകളൊക്കെ വായിക്കുമ്പോൾ വ്യത്യസ്തമായൊരു ആത്മീയ തലം അതിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെയാണ് അത്തരമൊരു ആത്മീയ തലത്തിലേക്ക് അങ്ങ് കടന്നു ചെന്നത്. തീർച്ചയായിട്ടും ആ ആത്മീയ തലത്തിലേക്ക് എത്താനുണ്ടായ സാഹചര്യം, സുബ്രഹ്മണ്യ അയ്യർ എന്ന് പറയുന്ന ഒരു രോഗിയാണ്. 75 വയസ്സുള്ള ഒരു വൃദ്ധൻ. അദ്ദേഹം തിരുവനന്തപുരത്തെ വിഖ്യാതമായ SMV സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്നു. അദ്ദേഹം ഒറ്റയ്ക്കാണ് റേഡിയേഷൻ ചികിത്സയ്ക്ക് വരുന്നത്. നാവിൽ ക്യാൻസർ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൂടെ ബൈസ്റ്റാൻഡേഴ്സ് ഇല്ല, എനിക്ക് റേഡിയേഷൻ ചെയ്യുമോ? ഒരു മകൻ ചെന്നൈയിലും ഒരു മകൾ ബാംഗ്ലൂരിലുമാണ്, രണ്ടുപേരും പഠിത്തത്തിലാണ്, എൻ്റെ കൂടെ വരാൻ ആരുമില്ല. ഞാൻ പറഞ്ഞു, ഞാനുണ്ടല്ലോ, ബൈസ്റ്റാൻഡർ ചെയ്യേണ്ട കാര്യമൊക്കെ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം വരുമ്പോൾ തന്നെ അദ്ദേഹത്തെ ചികിത്സിക്കാൻ വിളിക്കുകയും അദ്ദേഹത്തിന് ഒരു ബൈസ്റ്റാൻഡർ ചെയ്യേണ്ടതെല്ലാം ഞാൻ തന്നെ ചെയ്തു കൊടുത്ത് ചികിത്സിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത എന്തായിരുന്നു എന്ന് വെച്ചാൽ, അദ്ദേഹം റേഡിയേഷൻ ചികിത്സയ്ക്ക് വരുമ്പോൾ ഒരു നല്ല സുഗന്ധം പുരട്ടിയാണ് വരുന്നത്. ഈ റേഡിയേഷൻ മുറിയിൽ അദ്ദേഹം റേഡിയേഷൻ കഴിഞ്ഞ് പോയാലും ആ മണം അവിടെ അവശേഷിക്കും കുറേ നേരത്തേക്ക്. ഏകദേശം 25 ദിവസം റേഡിയേഷൻ വേണ്ടുന്ന അദ്ദേഹത്തിൻ്റെ ഈ മണവുമായിട്ട് ഞാൻ വളരെ പരിചിതനായി. അദ്ദേഹം ഞാൻ കൊടുത്ത സഹായങ്ങൾക്ക് അദ്ദേഹം അവസാനം പോയപ്പോൾ എന്നെ നോക്കി ഒന്ന് കണ്ണ് നിറഞ്ഞ് പോവുക എന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്തത്. ആ കൃതാർത്ഥത മൊത്തം ആ കണ്ണുനീരിൽ ഉണ്ടായിരുന്നു. അയാൾ രക്ഷപ്പെട്ടോ? അതാണ് പറയുന്നത്. അദ്ദേഹം പോയി. പിന്നെ ഞങ്ങളുമായിട്ട് അദ്ദേഹം ബന്ധപ്പെടേണ്ട ആവശ്യമില്ല, ചികിത്സ കഴിഞ്ഞു പോയി. അങ്ങനെ ഒരു വർഷമൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുമ്പോൾ എൻ്റെ വീടിൻ്റെ പരിസരത്ത് വെച്ച് അദ്ദേഹം പുരട്ടിക്കൊണ്ട് വരുന്ന മണം എൻ്റെ തലയ്ക്ക് ചുറ്റി പറന്നു വന്നു. ഞാൻ അന്നേരമാണ് പിന്നീട് സുബ്രഹ്മണ്യ അയ്യർ ഓർക്കുന്നത്, അയ്യോ, ഇത് അയ്യർ പുരട്ടുന്ന മണമാണല്ലോ, അയ്യർ ഇപ്പം എവിടെയായിരിക്കും എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ആ ആലോചന മറന്നു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ ക്യാൻസർ സെൻ്ററിൽ ചെന്ന് കയറുമ്പോൾ വരാന്തയിലൂടെ എനിക്കെതിരെ ഒരു ശവശരീരം ഉന്തിക്കൊണ്ടുവരുന്നു ട്രോളിയിൽ. ആ മണം അവിടെ ഉണ്ടായിരുന്നു. ഏകദേശം 10 കിലോമീറ്റർ ദൂരെയായിരുന്നു ഞാൻ താമസിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഇത് ആരാണ്? അന്നേരം നഴ്സ് പറഞ്ഞു, ഇത് സുബ്രഹ്മണ്യ അയ്യർ. ഞാൻ ആകെ ഞെട്ടിപ്പോയി. 1 മണിക്കൂർ മുമ്പ് ആ മണം എന്നെ ഓർമ്മിപ്പിച്ചു. ഒരുപക്ഷെ അദ്ദേഹം മരിക്കുന്ന സമയമായിരിക്കാം എന്നെ ഓർമ്മിപ്പിച്ചത്, കൃതാർത്ഥതയോടെ എന്നെ ഓർമ്മിച്ചതായിരിക്കാം. എൻ്റെ കണ്ണ് നിറഞ്ഞു. അദ്ദേഹത്തിനെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്നിടം വരെ ഞാൻ അവിടെ നോക്കിക്കൊണ്ടേ നിന്നു. കണ്ണുനീർ കൊണ്ട് ലാമിനേറ്റ് ചെയ്ത ദൃശ്യം ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. അത് വെറും ഒരു ദൃശ്യമായിരുന്നില്ല, ആ ദൃശ്യം എന്നിൽ നിന്ന് മാഞ്ഞില്ല. ആ മണം എന്നെ ഓർമ്മിപ്പിച്ചത് എന്താണ്? എങ്ങനെയാണ് അദ്ദേഹം മരിച്ചപ്പോൾ ആ മണം എൻ്റെ അടുത്ത് വന്നത്? ഒന്നും പറഞ്ഞു തരാൻ ആർക്കും, ഞാൻ പ്രത്യേകിച്ചും വ്യാപരിക്കുന്ന സാഹിത്യരംഗങ്ങളിലൊന്നും ആർക്കും പറ്റില്ലായിരുന്നു. എങ്കിലും ഒരിക്കൽ മലയാറ്റൂർ രാമകൃഷ്ണൻ എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പുരട്ടിയിരുന്ന ധന്വന്തരം കുഴമ്പിൻ്റെ മണം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിരുന്നു എന്ന്. അതുമാത്രമേ ഉള്ളൂ. ഹൃദയബന്ധമുള്ളവർ മരിക്കുമ്പോൾ പിന്നീടൊക്കെ എനിക്ക് മണം വരാറുണ്ടായിരുന്നു. ആ മണത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ ബോധവാനായി. ഒരുപക്ഷെ ആ മണമായിരിക്കാം ഞാൻ ഈ അഭൗമ സുഗന്ധം തേടി അലയാനുള്ള കാരണം.
അതീതമായി എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനുള്ള എൻ്റെ അന്വേഷണം അവിടെയാണ് തുടങ്ങുന്നത്. ശ്രീ ശാന്തൻ്റെ ഈ സംഭവത്തെക്കുറിച്ചുള്ള ഈ അവതരണം കേൾക്കുമ്പോൾ തന്നെ നെഞ്ചു വിങ്ങും. കാരണം നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ കാണുകയും അറിയുകയും ചെയ്യുന്ന പരിമളം പരത്തി റേഡിയേഷൻ മുറിയിൽ നിന്ന് കുറേ നാളുകൾക്ക് ശേഷം അപ്രത്യക്ഷമാകുന്ന ഒരാളുടെ ആ പരിമളം വീണ്ടും മനസ്സിലേക്ക് കടന്നു വരിക, പിന്നീടുള്ള കാഴ്ചയാണ് വല്ലാത്ത സങ്കടകരമായ കാഴ്ച. പക്ഷെ അതിനും അപ്പുറത്തുള്ള ഒരു ലോകത്തേക്ക് അദ്ദേഹം പോയി എന്നുള്ള ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ആത്മീയമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ച അങ്ങേക്ക് പകർന്നു തരുന്നത്. അങ്ങയുടെ പുസ്തകങ്ങൾക്കെല്ലാം പ്രത്യേകതയുണ്ട്. അങ്ങയുടെ 2 കാവ്യ സമാഹാരങ്ങൾ, ഒന്ന് മഴയത്ത് ബൈക്ക് ഓടിക്കുമ്പോൾ, ഇതായിരുന്നു ആദ്യ സമാഹാരം. അതെ അതെ, ആദ്യത്തെ സമാഹാരം DC ബുക്സ് പ്രസിദ്ധീകരിച്ച 2006 പ്രസിദ്ധീകരിച്ച മഴയിൽ ബൈക്ക് ഓടിക്കുമ്പോൾ എന്ന കാവ്യ സമാഹാരമാണ്. എന്തായിരുന്നു അതിനകത്ത് എത്ര കവിതകളുണ്ട്? അതിൽ 30 കവിതകളായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ നല്ല വായന കിട്ടിയ ഒരു സമാഹാരമായിരുന്നു. കാരണം അന്നും കവിതകൾ വായിക്കുന്നത് വളരെ കുറവാണെങ്കിലും അന്ന് അക്കാലത്ത് മൂന്നാം പതിപ്പ് വരെ ആ പുസ്തകം വരികയും 2008 ആശാൻ പ്രൈസ് യുവകവികൾക്ക് കൊടുക്കുന്ന, കായ്ക്കരയിൽ നിന്ന് യുവകവികൾക്ക് കൊടുക്കുന്ന ആശാൻ പ്രൈസും ആ പുസ്തകത്തിന് കിട്ടി. അത് വളരെ വ്യതിരിക്തമായ കവിതകളായിരുന്നു. മാത്രമല്ല ആ കവിതകളെല്ലാം മലയാളത്തിലെ എല്ലാ ആനുകാലികങ്ങളിൽ വരികയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്ത കവിതകളായതുകൊണ്ട് ആ സമാഹാരത്തിന് വളരെ പ്രസക്തി കിട്ടി. പ്രത്യേകിച്ചും മഴയിൽ ബൈക്ക് ഓടിക്കുമ്പോൾ എന്ന ആ കവിത വേറിട്ട് നിന്നു. മാത്രവുമല്ല എൻ്റെ പേര് ശാന്തൻ എന്ന ഒരു കവിത വെച്ചാണ് ആ സമാഹാരം തുടങ്ങുന്നത്. അതിങ്ങനെയാണ്: പിറന്നപ്പോൾ കരഞ്ഞില്ല, അമ്മിഞ്ഞയ്ക്ക് പോലും ചിണുങ്ങാത്ത ഞാൻ, ഊമയോ ചെകിടനോ അമ്മയുടെ മടിയിൽ കിടത്തി, അമ്മൂമ്മ കിണ്ണം കൊട്ടി, മുഴക്കം കേട്ട് ഞെട്ടി, ഉച്ചത്തിൽ കരഞ്ഞു, പൊട്ടനല്ല ഇവൻ ശാന്തൻ, അമ്മൂമ്മ പേരിട്ടു. ഹൃദ്യമായ ഒരാവിഷ്കാരമാണിത്. പക്ഷേ അതിൻ്റെ ആന്തരിക തലങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കുറേ അർത്ഥതലങ്ങൾ തേടി സഞ്ചരിക്കേണ്ടി വരും. മറ്റൊരു കാവ്യ സമാഹാരമാണ് നീലധാര. അതിൽ സവിശേഷമായ കുറേ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു വെക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മളറിയാതെ തന്നെ നമ്മളെ കൊണ്ടുപോകുന്ന, നമ്മളുടെ ശരീരത്തെ ഒഴുക്കി കൊണ്ടുപോകുന്ന ചില തലങ്ങളുണ്ടാകും. നമ്മൾ ജഡമായി മാറുമ്പോഴും. എന്താണ് അതിനകത്തെ ഒരു നീലധാരയിൽ അങ്ങ് പറഞ്ഞു വെച്ചത്? നീലധാര വളരെ ശ്രദ്ധിക്കപ്പെട്ട കവിതയാണ്. നീലധാര എന്നത് ഹരിദ്വാറിലെ ഗംഗാനദിയിലെ പുരാതന കാലം മുതൽ ഋഷിമാർ ജലസമാധി നടത്തിയിരുന്ന ഒരിടമായിരുന്നു. ഋഷിമാർക്ക് അവരുടെ ഉടലുപേക്ഷിക്കണം എന്ന് കരുതുമ്പോൾ അവർ നീലധാരയിൽ ചെന്നിരുന്ന് ധ്യാനമഗ്നരാവുകയും ആത്മാവിനെ ഒരു പക്ഷിയെപ്പോലെ പറത്തിവിട്ടിട്ട് ആ ശരീരമോട് ഉപേക്ഷിക്കുകയും ചെയ്യും. അഥവാ ജലസമാധി നടത്തുന്നവരുമുണ്ട്, ജലത്തിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോകുന്നവരുമുണ്ട്. ആ പ്രദേശത്തെ ഒരു പുണ്യസ്ഥലമായിട്ടാണ് മനുഷ്യർ കരുതിയിരുന്നത്. കാരണം ഋഷിമാരുടെ ജലസമാധി നടക്കുന്ന ഇടം, അവിടെ ശവശരീരങ്ങൾ കിടന്നാൽ ഒരു തരത്തിലുള്ള അന്വേഷണവും വരുത്തില്ല. അങ്ങനെയുള്ള ഈ പുണ്യ സ്ഥലത്തെ പിന്നീട് വന്ന നമ്മുടെ പുതിയ ആൾക്കാർ അവിടെ കൊലപാതകം ചെയ്ത് ശവശരീരങ്ങൾ ഉപേക്ഷിക്കാനും ആത്മഹത്യ ചെയ്യാനുമായിട്ട് തിരഞ്ഞെടുത്തു. അങ്ങനെ ശവാധിക്യം മൂലം ഗവൺമെൻറ് ആ പ്രദേശത്ത് ഇനി ആരും ജലസമാധി നടത്തരുതെന്ന് കണ്ടുകെട്ടി ആ പ്രദേശം. പിന്നീട് അവിടെ ശവശരീരങ്ങൾ വന്നത് ഈ കൊറോണ കാലത്ത് കൊറോണ ബാധിച്ച് മരിച്ച ഗ്രാമീണരുടെ ശവശരീരം ഒഴുക്കി വിട്ടപ്പോഴാണ്. അത് ഇൻ്റർനാഷണൽ ലെവലിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണ്. ഈ സമയത്ത് ഞാൻ അവിടെ പോയപ്പോൾ ഈ ശവശരീരങ്ങൾ കാണാനിടയാകുകയും നീലധാരയെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇടയായപ്പോൾ എഴുതിയ കവിതയാണ് നീലധാര. പൂത്തുലഞ്ഞ മരങ്ങളിൽ നിന്നും പാകമായി ഫലം വീഴുന്ന പോലെ ബോധേശ്വരന്മാർ ഉടലുപേക്ഷിക്കും, ഗംഗയാം നീലധാരയാകുന്നു ഞാൻ. പൂത്തുലഞ്ഞ മരങ്ങളിൽ നിന്നും പാകമായി ഫലം വീഴുന്ന പോലെ ബോധേശ്വരന്മാർ ഉടലുപേക്ഷിക്കും, ഗംഗയാം നീലധാരയാകുന്നു ഞാൻ എന്ന് തുടങ്ങുന്ന കവിതയാണ്. അതൊരു ദീർഘ കവിതയാണ്. അത് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട കവിതയാണ്.
തീർച്ചയായിട്ടും ഗംഗാനദി പിറന്ന കാലം തൊട്ടേ ശവങ്ങളെ ഏറ്റെടുക്കുകയും അതിനെ ഒരു ശവമഞ്ചമായി ഒഴുകി സമുദ്രത്തിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു കർത്തവ്യം ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ ശവമഞ്ചമാണ്. നിങ്ങൾ ഈ ഹിമശൈലത്തിൽ നിന്നും കൊറോണ ബാധിച്ച് മരിച്ച നിസ്സാഹരായ എൻ്റെ പുത്രജന്മങ്ങളെ ഞാൻ തന്നെ എൻ്റെ മഞ്ചലിലേറ്റി കടലിൽ ഉപേക്ഷിക്കാം എന്ന് പറയുന്നുണ്ട്. എത്ര എത്ര കവിതകളുണ്ട് ഈ സമാഹാരത്തിന്? ഈ സമാഹാരത്തിന് 50 കവിതകളാണ്. വളരെ പ്രസക്തമായ എൻ്റെ കഴിഞ്ഞ 15 വർഷത്തിന് എഴുതിയ കവിതകളെല്ലാം അതിനകത്തുണ്ട്. 50 കവിതകൾ. അതിൽ വേദശാലയും നീലധാരയൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെട്ട കവിതകളാണത്. ഭാഷാപൂർണികളാണ് വന്നത്. നീലധാര എന്ന കവിതാ സമാഹാരത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്കേറെ സന്തോഷം തോന്നുന്നത് അതിന് പഠനം എഴുതിയിരിക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്തായ ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാറാണ്. വളരെ മനോഹരമായ അവതാരിക. വായിച്ചവരെല്ലാം വളരെ നല്ല കാര്യങ്ങൾ ആ അവതാരികയെക്കുറിച്ച് പറയുകയും എൻ്റെ കവിതയിലേക്കുള്ളൊരു നല്ല പ്രവേശന കവാടമായിട്ട് ആ എഴുത്ത് നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എനിക്ക് ഒരു പ്രത്യേകത, അല്ലെങ്കിൽ എൻ്റെ എഴുത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ അനുഭവിക്കാത്ത ഒന്നും എനിക്ക് എഴുതാൻ പറ്റത്തില്ല. ഒരു ഇമാജിനേഷനിൽ പോയി കവിത എഴുതാൻ പറ്റത്തില്ല. എല്ലാം എൻ്റെ എൻ്റെ അനുഭവങ്ങൾ മാത്രമേ എനിക്ക് എഴുതാൻ പറ്റൂ. ആ അനുഭവങ്ങളാണ് പ്രത്യേകിച്ചും ഈ ജോലി ചെയ്യുന്ന RCCയിലെ അനുഭവങ്ങളും ഒക്കെയാണ് കൂടുതലായിട്ടും കവിതയായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യരത് ഏറെ ഇഷ്ടപ്പെടുകയും ജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ഞാൻ മറ്റേ ആദ്യ അനുഭവ പുസ്തകത്തിൽ പറഞ്ഞ പോലെ മൃത്യുഞ്ജയം നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മറ്റൊരു തരത്തിൽ മൃത്യുഞ്ജയം നേടാവുന്നതാണ്. അതിനുള്ള വഴികളാണ് സുബ്രഹ്മണ്യ അയ്യരും അതുപോലെ തന്നെ രാജമ്മ സ്വാമിനിയും ഉണ്ണിസ്വാമിയും ഒക്കെ എൻ്റെ അനുഭവമായി എൻ്റെ ജീവിതത്തിലേക്ക് വന്നു കയറി എനിക്ക് കാട്ടി തന്നത്. കാരണം ജീവിതത്തിന് മറ്റൊരു തലം, അഥവാ നമ്മൾ വളരെ പരിക്കൻ ഭാഷയിൽ അന്ധവിശ്വാസമെന്നോ ഒക്കെ ഒരു പക്ഷേ നമ്മൾ അടച്ചാക്ഷേപിക്കുന്നത് അല്ല. ഒരിക്കലും നമ്മുടെ ആൾക്കാർ കാര്യങ്ങൾ അന്വേഷിക്കാതെയും പഠിക്കാതെയും ഒരു വാക്കുകളൊക്കെ കൊണ്ട് കാര്യങ്ങളെ അടക്കിയാണ്. ആരും ഒന്നിനെക്കുറിച്ചും പഠിക്കത്തുമില്ല. അതിൻ്റെ അനുഭവ തലത്തിലേക്കും പോകാതെ അവരുടെ ബുദ്ധിയിലേക്ക് കാര്യങ്ങളെ തരം താഴ്ത്തിയിട്ട് കാര്യങ്ങളെ വിലയിരുത്തുന്ന രീതിയാണ്. അതൊരിക്കലും ശരിയല്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാനും പഠിക്കാനും അനുഭവിക്കാനും ഉണ്ട്. ആ അനുഭവ തലത്തിലേക്ക് വരാൻ വേണ്ടിയാണ് ഞാൻ ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. RCCയിൽ അങ്ങ് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായി? ഞാൻ 30 വർഷമായിട്ട് റേഡിയോളജിസ്റ്റ് ആയി. അതെ, റേഡിയോ തെറാപ്പിസ്റ്റ് ആയിട്ട്. എത്രയോ പേരെ എത്ര പേരെ ഈ റേഡിയോ തെറാപ്പി ചെയ്തിട്ടുണ്ടാവും? ഏകദേശം ലക്ഷങ്ങൾ കാണും. ഇത്രയും വർഷമായിട്ട് 30 വർഷമായിട്ട് ചികിത്സിക്കുന്നില്ല ഏറെ രോഗികളെ ചികിത്സിച്ചു വിട്ടു. അവരുമായിട്ട് വളരെ സൗഹൃദത്തിലാവുകയും അവരുമായിട്ട് കൂടുതൽ സംഭാഷണത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഏത് സ്റ്റേജിലെത്തുമ്പോഴും നമുക്ക് ഈ റേഡിയേഷൻ ഒക്കെ ചെയ്താൽ നമുക്ക് ആ രോഗിയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനായിട്ട് കഴിയും. ഓരോ രോഗത്തിനും ഇപ്പം റേഡിയേഷൻ, കീമോതെറാപ്പി, സർജറി, അങ്ങനെ 3 ഘട്ടങ്ങളുണ്ട്. 3 ചികിത്സകളുണ്ട്. അതിൽ ഓരോന്നിനും ഏതൊക്കെയാണ് ആവശ്യമുള്ളത് നമ്മൾ പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇത് 3 കൂടി ഉപയോഗിക്കും, ചിലപ്പോൾ കീമോതെറാപ്പിയും റേഡിയേഷനും മാത്രമായിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ സർജറിയും കീമോതെറാപ്പിയും മാത്രമായിട്ട് ഉപയോഗിക്കും, അത് കണക്ക് തന്നെ സർജറിയും റേഡിയേഷനും മാത്രമായിട്ട് ഉപയോഗിക്കും. എന്തായാലും ആദ്യകാല ചികിത്സയുടെ ആദ്യം തൊട്ട് വളരെ പാലിയേറ്റീവായിട്ട് അവസാന ഘട്ടത്തിൽ പോന്നു വരുന്ന രോഗികൾ വരെ ഈ റേഡിയേഷൻ ചികിത്സ വേണ്ടി വരും. അങ്ങനെയുള്ള പലതരത്തിലുള്ള മനുഷ്യരെ കാണുമ്പോൾ ഉണ്ടാകുന്ന അവരുമായിട്ടുള്ള സംഭാഷണങ്ങളും സൗഹൃദങ്ങളും അത് അവരുടെ മനസ്സിന് സാന്ത്വനമാണ്, എനിക്ക് പഠനമാണ്, എനിക്ക് അനുഭവങ്ങളാണ്, എൻ്റെ എഴുത്താണ്. ആ ഓരോരുത്തരുടെയും ജീവിതം ഏകദേശം 45 മനുഷ്യരുടെ അനുഭവങ്ങളാണ് യുദ്ധവും മൃത്യുഞ്ജയത്തിലുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ വലിയ എഴുത്തുകാരനായ KP അപ്പൻ, തിരുനെല്ലൂർ കരുണാകരൻ, VK ഉണ്ണികൃഷ്ണൻ, ഗീതാ ഹിരണ്യൻ, നമ്മുടെ സിനിമാ നടൻ ജിഷ്ണു തുടങ്ങിയ അതിപ്രഗത്ഭരായ അതേ കണക്ക് തന്നെ V സാംബശിവൻ, നമ്മുടെ കാഥികൻ, നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട കാഥികൻ V സാംബശിവൻ തുടങ്ങിയ ഒട്ടേറെ പേരുടെ പ്രഗത്ഭമതികളായ ആൾക്കാരുടെ അനുഭവം തൊട്ട് സാധാരണ മനുഷ്യരുടെയും ഒക്കെ ജീവിതം ഉണ്ട്. എല്ലാം നമ്മൾ അറിയേണ്ട ജീവിതങ്ങളാണ്. ഒരുപക്ഷെ സാധാരണക്കാരാണ് കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ ആരെയും അപ്രസക്തരായി കണ്ടുകൂടാ. ഒരുപക്ഷെ നമ്മളെയൊക്കെയും ജീവിതത്തിൽ ഉയർന്നവരായിരിക്കും ഓരോ മനുഷ്യരും.
കവിയുടെ ആയുസ്. എത്ര കവിതകൾ കൂട്ടിയാലാകണം ഒരു കവിയുടെ ആയുസ് അറിയുവാൻ. ആത്മാവിൽ നിന്നൊരു വാക്ക് മുള പൊട്ടി കവിതയായി തീരും വരെ. എത്ര കവിതകൾ കൂട്ടിയാലാകണം ഒരു കവിയുടെ ആയുസ് അറിയുവാൻ. ആത്മാവിൽ നിന്നൊരു വാക്ക് മുള പൊട്ടി കവിതയായി തീരും വരെ. വരികൾ നിറച്ചെഴുതിയ വാക്കുകൾ എണ്ണി എണ്ണി പറയാം കവിയുടെ ജീവിതകാലം. വരികൾ നിറച്ചെഴുതിയ വാക്കുകൾ എണ്ണി എണ്ണി പറയാം കവിയുടെ ജീവിതകാലം. നിറഞ്ഞു തുളുമ്പും വാച്യവ്യംഗ്യങ്ങൾ അളന്നളന്നു പറയാം കവി ഭൂമിയിൽ ജീവിച്ച കാലം. ഹൃദയം ഛന്ദസായി മിടിച്ച നിമിഷങ്ങൾ വായിച്ചു പറയാം കവിയുടെ ദൈർഘ്യം. കവി കുതറി മിടിച്ചു നീളുന്നു കവിതയിലൂടെ ലോകാവസാനം വരെ. ഹൃദയം ഛന്ദസായി മിടിച്ച നിമിഷങ്ങൾ വായിച്ചു പറയാം കവിയുടെ ദൈർഘ്യം. കവി കുതറി മിടിച്ചു നീളുന്നു കവി കുതറി മിടിച്ചു നീളുന്നു കവിതയിലൂടെ ലോകാവസാനം വരെ. ഇപ്പൊ അങ്ങ് എവിടെയാണ് താമസിക്കുന്നത്? ഞാനിവിടെ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം നേമത്താണ് ഇപ്പൊ താമസിക്കുന്നത്. വീട്ടുവിശേഷം ഭാര്യ, അവള് KSF-ലെ മാനേജറാണ്, ഷീജ. മകൻ പാർവൺ, അവൻ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് BTech കഴിഞ്ഞിട്ട് അവനൊരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങി, ടെക്നോ പാർക്കിൽ. അതുപോലെ തന്നെ മുകളിൽ ഇപ്പോൾ MBBS-ന് പഠിക്കുകയാണ്. സംയമ SH. പൊള്ളലേൽക്കാം നെഞ്ചിൽ പലയിടങ്ങളിലും. അത്രമാത്രം തീവ്രമായ അനുഭവങ്ങളാണ് ശ്രീശാന്തനുള്ളത്. അത് കവിതയായും കഥയായും അനുഭവ കുറിപ്പുകളായും പിറക്കുകയാണ്. സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി.